ഒട്ടനവധി പേരുടെ ജോലി സമയം നഷ്ടപ്പെടുത്തുന്ന അസുഖങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് നടുവേദന അഥവാ ലോ ബാക്ക് പെയിൻ. നടുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നട്ടെല്ലിന് താഴെയായിട്ട് അനുഭവപ്പെടുന്ന വേദനയും കഴപ്പും സ്റ്റിഫ്നെസ്സുമാണ്. നട്ടെല്ല് എന്ന് പറയുന്നത് ഒരുപാട് കശേരുക്കൾ ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഈ കശേരുക്കൾ ബലം നിലനിർത്താനും അത് ഒന്നിച്ച് ചേർന്ന് നിൽക്കാനും വേണ്ടി ആ ഭാഗത്ത് ഒരുപാടധികം മാംസപേശികളും മറ്റ് ലിഗമെൻസുമുണ്ട്. അപ്പോൾ ഈ മാംസപേശികളിലും ലിഗമെൻസിലും എന്തെങ്കിലും ഒരു വലിവോ ക്ഷതമോ അതായത് സ്ട്രെയിൻ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ നടുവേദന ഉണ്ടാകുന്നത്. നടുവേദന പെട്ടെന്ന് വരുന്നത് ജോലി സ്ഥലത്ത് ഒരുപാടധികം ഭാരം പൊക്കുന്ന ജോലിയുള്ള ആളുകൾക്ക്, ഇല്ലെങ്കിൽ ഒരേ സ്ഥിതിയിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ ജോലി ചെയ്യുന്ന, ഒരേ പൊസിഷനിൽ തന്നെ നിന്നിട്ടോ ഇരുന്നിട്ടോ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇല്ലെങ്കിൽ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നടുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും വീഴ്ചയൊക്കെ പറ്റി ക്ഷതം സംഭവിച്ചിട്ടോ ഇല്ലെങ്കിൽ അതികഠിനമായ വ്യായാമം ചെയ്തിട്ടോ ഒക്കെ ചിലപ്പോൾ നടുവേദന ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചില ആളുകളിൽ ശക്തിയായി തുമ്മലോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നടുവേദന സംഭവിക്കാം. അമിതവണ്ണമുള്ള ആളുകളിൽ സാധാരണഗതിയിൽ നടുവേദന വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് മാനസികമായ പിരിമുറുക്കവും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നവർക്ക് സാധാരണ തലവേദനയൊക്കെയാണ് കാണാറുള്ളത്. അതുപോലെ തന്നെ നടുവേദനയും അനുഭവപ്പെട്ടേക്കാം. ഇനി ചില സന്ദർഭങ്ങളിൽ ഈ നട്ടെല്ലിൻ്റെ ചുറ്റുമുള്ള ഒന്നുകിൽ എല്ലുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സന്ധികളിൽ മാംസപേശികളിലൊക്കെ അണുബാധ മൂലമോ അല്ലെങ്കിൽ വാദസംബന്ധമായ മറ്റു വല്ല അസുഖങ്ങൾ വന്നിട്ടോ ഇൻഫ്ലമേഷൻ വന്നിട്ടും നടുവേദന ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള നടുവേദനയാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. പിന്നെ നടുവേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നടുവിൽ ഒരു സ്പോട്ടിൽ മാത്രമായിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പല ഭാഗത്തേക്ക് വ്യാപിച്ച്, അതായത് കാലിൻ്റെ പൃഷ്ഠഭാഗത്ത് കൂടെ തുടയുടെ താഴെ വരെ പോകുന്ന വേദനയായിട്ടും ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ ഇത് തുടർന്ന് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദനയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പൊസിഷനുകളിൽ മാത്രം, അതായത് ഇപ്പോൾ ദേഹം അനങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുനിയുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ മാത്രം വേദനയൊക്കെ ആയിട്ട് അങ്ങനെയും വരാം. പിന്നെ സാധാരണഗതിയിൽ ഇതിൻ്റെ സിംറ്റംസ് നട്ടെല്ലിൻ്റെ താഴെയുള്ള വേദന, അത് കാലുവഴി സാധാരണ കാൽമുട്ടിൻ്റെ മേലെ വരെ മാത്രമേ വേദന ഉണ്ടാകുകയുള്ളൂ. തുടയുടെ പിൻഭാഗത്തായിട്ടുള്ള വേദന ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടെല്ലിൽ കൂടിയാണ് ശരീരത്തിലെ സുഷുമ്നാ നാഡി പോകുന്നത്. അവിടെ നിന്നാണ് ബാക്കി ശരീരഭാഗങ്ങളിലേക്കുള്ള നാഡികളെല്ലാം അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് നടുവേദന ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലും വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് സാധാരണഗതിയിലുള്ള നടുവേദനയുടെ ലക്ഷണങ്ങൾ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ കാലിനൊക്കെ ബലക്കുറവ് അനുഭവപ്പെട്ടെന്നിരിക്കാം, ചിലപ്പോൾ തരിപ്പ് അനുഭവപ്പെട്ടെന്നിരിക്കാം, സൂചി കൊണ്ട് കുത്തുന്ന മാതിരിയുള്ള സെൻസേഷൻസ് ഉണ്ടായെന്നിരിക്കാം. പിന്നെ ചില അവസരങ്ങളിൽ മലമൂത്ര വിസർജനത്തിന്, പ്രത്യേകിച്ചും മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം തോന്നിയെന്നിരിക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീരെ സമയം വൈകിക്കാണ്ട് ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഡോക്ടറെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വിശദമായ ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് എങ്ങനെയാണ് തുടങ്ങിയത്, ഇത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ചോദിച്ച് വിശദമായി പരിശോധിച്ച ശേഷം ചില അവസരങ്ങളിൽ എക്സ്റേ മുതലായ ടെസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യും. അപൂർവം ചില അവസരങ്ങളിൽ ചിലപ്പോൾ CT, MRI മുതലായ വിദഗ്ധ പരിശോധനയ്ക്കും വിധേയരാക്കിയെന്നിരിക്കാം. ഇനി നടുവേദന വന്നാൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇപ്പോൾ നടുവേദന വന്ന ഉടനെ തന്നെ ഒരു ഐസ് എടുത്തിട്ട് ഒരു ബാഗിലിട്ടിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള പീസോ അങ്ങനെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി, ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ 5-6 മണിക്കൂർ ഇടവിട്ട് ആ വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുക. ഇടവിട്ട് ഇതൊരു ആദ്യത്തെ 48 മണിക്കൂർ നേരം ഇങ്ങനെ ഐസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റിംഗ് പാഡ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് ഇടവിട്ട് ഐസും ചൂടും അപ്ലൈ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. കഴിയുന്നതും നല്ല ഫേം ആയിട്ടുള്ള കിടക്കയിൽ കിടക്കാൻ ശ്രമിക്കുക. സോഫ്റ്റായിട്ടുള്ള കിടക്കയിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവിന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ അത് കുഴിഞ്ഞു പോവുകയും നടുവേദന കൂടാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ ഫേം ആയിട്ടുള്ള ഒരു മാട്രസിൽ കിടക്കുകയാണ് നല്ലത്. പിന്നെ കാൽഭാഗം കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൽഭാഗം ഒരു 8 ഇഞ്ച് പൊക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരു ഇഷ്ടിക വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് കട്ടിലിൻ്റെയോ കിടക്കയുടെയോ കാൽഭാഗം പൊക്കി വെക്കുന്നത് കൊണ്ട് കമിഴ്ന്ന് കിടക്കാനുള്ള സാധ്യതയും കുറവാണ്.
നമ്മൾ സാധാരണ നടുവേദന വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലർന്ന് കിടന്നിട്ട് മുട്ടുകൾ രണ്ടും കുറച്ച് മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ ചുവട്ടിൽ ഒരു തലയിണ വെക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ ചെരിഞ്ഞ് കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് കിടന്നിട്ട് മുട്ട് രണ്ടും മടക്കി വയ്ക്കുക. മുട്ടുകൾക്കിടയിൽ ഒരു തലയിണ വെക്കുന്നതും നല്ലതായിരിക്കും. കഴുത്തിൻ്റെ അടിയിൽ തലയിണ വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാലിൽ വെയിറ്റ് തൂക്കിയിട്ട് ട്രാക്ഷൻ ഇട്ട് കിടക്കേണ്ടതായിട്ടും വന്നേക്കാം. വല്ലാണ്ട് വേദന കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഐബുപ്രോഫൻ മുതലായ വേദന സംഹാരികളും മാംസപേശികൾ റിലാക്സ് ചെയ്യാനുള്ള ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. മസാജ് അഥവാ ഉഴിച്ചിൽ ചികിത്സയിൽ വൈദഗ്ധ്യം നേടിയവരെ കൊണ്ട് മസാജ് ചെയ്യിക്കുന്നതും നടുവേദനയ്ക്ക് ആശ്വാസം നൽകാൻ പര്യാപ്തമായേക്കും. വളരെ അമിത വണ്ണമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നടുവേദന കൂടെ വരാതിരിക്കാൻ വേണ്ടി വണ്ണം കുറയ്ക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇനി ഇപ്പോൾ നടുവേദന ഇടയ്ക്കിടെ വരുന്ന ആളുകളാണെങ്കിൽ നടുവേദന വീണ്ടും വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാമെന്ന് നോക്കാം. എന്തെങ്കിലും ഭാരമുള്ള ഒരു സാധനം നമ്മൾക്ക് നിരക്കി നീക്കണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നിരക്കുന്നതിന് പകരം തിരിഞ്ഞു നിന്ന് പിൻഭാഗത്തേക്ക് അത് തള്ളി നീക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ കാലിലാണ് വരിക. അപ്പോൾ നടുവേദന കൂടുതലായിട്ട് വരാതിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ കുനിഞ്ഞെന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ മുട്ടും അരയും മടക്കി നടുഭാഗം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന മാതിരി കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഭാരമുള്ള വസ്തു എടുത്ത് പൊക്കുമ്പോൾ ഒരിക്കലും അരയ്ക്ക് മേലെ പൊക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെന്തെങ്കിലും പാക്കേജൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കൂടുതലും ദേഹത്തോട് ചേർത്ത് പിടിച്ച്, അതായത് കൈകൾ മടങ്ങിയിരിക്കുന്ന വിധത്തിൽ ദേഹത്തോട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നടുഭാഗത്തിൻ്റെ സ്ട്രെയിൻ ഇങ്ങനെ ചെയ്യുന്നതോടെ അല്പം കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ധാരാളം ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ പറ്റുന്നതും പെഡലിനോട് ചേർത്ത് വെച്ചിരിക്കാൻ ശ്രമിക്കുക. സീറ്റിൽ ചാരി ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം. മാത്രമല്ല നല്ലൊരു ബാക്ക് റെസ്റ്റ് സീറ്റിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള ഒരു തലയിണ സീറ്റിൻ്റെ പിന്നിൽ വയ്ക്കുന്നതും ഉപകാരപ്രദമായിരിക്കും. നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ വേണ്ട നല്ല കൃത്യമായിട്ടുള്ള പോസ്ചർ കീപ്പ് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. അതായത് നിവർന്ന് നിൽക്കുക, ഷോൾഡറൊക്കെ വിരിച്ച് നിവർന്ന് നിൽക്കുക. പിന്നെ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കസേര നല്ല സ്ട്രെയിറ്റ് ബാക്ക് ആയിട്ടുള്ള കസേരയിലിരിക്കണം. ഇരിക്കുമ്പോൾ എപ്പോഴും പിന്നോട്ട് ചാരി നടുഭാഗം കസേരയുടെ പിൻഭാഗത്ത് ചേർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ കുറേ നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നോ നിന്നോ പണിയെടുക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് റെസ്റ്റ് വെച്ചിട്ട് ഒരു കാല് ആ ഫുഡ് റെസ്റ്റിൻ്റെ മേലെ കയറ്റി വയ്ക്കുമ്പോൾ നടുഭാഗം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ടുള്ള നമ്മുടെ പോസ്ചറുകളും ഒക്കെ ശ്രദ്ധിക്കുന്നത് വഴി ഇടയ്ക്കിടെയുള്ള നടുവേദന വരുന്നത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുമാത്രമല്ല ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നടുവേദനയ്ക്ക് ആശ്വാസം കിട്ടും. ഇപ്പോൾ നടുവേദന വന്ന ശേഷം വേദന അല്പം ഒന്ന് ശമിച്ച ശേഷം നമുക്ക് ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ ആരംഭിക്കാവുന്നതാണ്. നീന്തൽ, നടത്തം മുതലായ വ്യായാമങ്ങളാണ് ഉത്തമം. പിന്നെ ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നടുവേദന വീണ്ടും വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഉപദേശപ്രകാരം മാത്രം വ്യായാമം തുടരുക. വ്യായാമം മാത്രമല്ല, സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴും നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ചികിത്സ ആവശ്യമായി വന്നേക്കാം. ഇനി നടുവേദന വരാതിരിക്കാൻ വേണ്ടി ചില വ്യായാമ മുറകൾ, വളരെ ലഘുവായിട്ടുള്ള ചില വ്യായാമ മുറകൾ ചെയ്യാവുന്നതാണ്. അത് എന്താണെന്ന് നോക്കാം. നിലത്തോ മറ്റേതെങ്കിലും ഉറപ്പുള്ള പ്രതലത്തിലോ മലർന്നു കിടന്ന് മുട്ടുകൾ മടക്കി മുട്ടുകളുടെ താഴെ 1-2 തലയിണകൾ വെച്ച് 5 മിനിറ്റോ അതിലധികം നേരമോ കിടക്കാൻ ശ്രമിക്കുക. മലർന്നു കിടന്ന് കഴുത്തിനടിയിൽ ഒരു തലയിണ വയ്ക്കുക. മുട്ടുകൾ ഏകദേശം ഒരു 90 ഡിഗ്രി ആംഗിളിൽ മടക്കി കാലുകളുടെ അടിയിൽ ഒരു കസേര വയ്ക്കുക. ഈ പൊസിഷനിൽ ഒരു 5 നിമിഷമോ അതിലധികമോ കിടക്കാൻ ശ്രമിക്കുക. മലർന്നു കിടന്ന് മുട്ടുകൾ മടക്കി ഒരു മുട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിർത്തുക. ഇത് മറ്റേ മുട്ടുമായി ആവർത്തിക്കുക.
പിന്നീട് 2 മുട്ടും ഒന്നിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. കാലുകൾ ചേർത്ത് പിടിക്കുമ്പോൾ തുടഭാഗം പിടിക്കാൻ ശ്രമിക്കണം. കാലിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലിൻ്റെ താഴ്ഭാഗത്തായിരിക്കും പ്രഷർ വരുന്നത്. അതുകൊണ്ട് തുടഭാഗത്ത് പിടിച്ച് കാലുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഇങ്ങനെയുള്ള ഈ പൊസിഷനും ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ അതിലധികമോ നിലനിർത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ കാണിച്ച 3 വ്യായാമ മുറകളും പുറം വേദന വരാതിരിക്കാൻ വേണ്ടി, അതായത് നടുവിന് നല്ലപോലെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യായാമ മുറകളാണ്. പുറം വേദന സ്ഥിരമായി വരുന്ന രോഗികൾ ഈ വ്യായാമ മുറകൾ സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് പുറം വേദനയിൽ നിന്നും ഒരു വിധത്തിലെങ്കിലും രക്ഷ നേടാൻ സാധിക്കുന്നതാണ്.